ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഡ്രീം ജേണിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ഒരു ഗാർഡൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ പാർട്ട് 1 നിങ്ങൾ കണ്ട ചെടികളും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാഴ്ചകളായിട്ട് കാണാം. അപ്പൊ നമ്മള് ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലോട്ട് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളാണ് ഈ കണ്ടത് കേട്ടോ. ഇനി നമ്മൾ ഇറങ്ങാൻ പോകുന്നത് അടുത്ത ലെവലിലോട്ടാണ്. ഇവിടെ നല്ല പച്ചപ്പായിട്ടൊക്കെ കിടന്നിരുന്നാണെന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ ആന്റി. അത് നമുക്ക് ക്ലിപ്സ് ഇട്ട് തരാം. അപ്പൊ ഇവിടെ നമുക്ക് ബൊഗേൻവില്ല അറ്റത്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് താഴത്തോട്ട് ഇറങ്ങാം. ഇങ്ങനെ കൊറേ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓർക്കിഡാണ്. അതൊരു കാര്യം പറയാനുള്ളതാണ്. അതായത് ഇവിടെ വെച്ചേക്കുന്ന എല്ലാ ഓർക്കിഡിനും പേര് എഴുതി സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അതായത് 100-ലധികം വെറൈറ്റി ഉണ്ടായിരുന്നല്ലോ. ഓരോന്നിനും പ്രത്യേക പേരുണ്ടായിരുന്നു. അത് ശരിക്കും നമ്മൾ എവിടെയും കാണാറില്ല അല്ലേ. അപ്പം ഫ്ലവർ ഷോയുടെ ഇതിനൊക്കെ വരുമ്പോ അവർക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആവും ശരിക്കും അവര്. കാരണം അങ്ങനെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. അവർക്കൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അവിടെ നോക്കിക്കഴിഞ്ഞാൽ പേര് കിട്ടും. അങ്ങനെ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞത്. സയന്റിഫിക് അതെ, ടാഗുകളൊക്കെ കണ്ടോ? അതെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടാഗുകളുണ്ട്. അതേപോലെ നമ്മുടെ 10 മണിപ്പൂവൊക്കെ വിരിഞ്ഞിപ്പോ ഇപ്പം സമയമൊക്കെ കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ടെല്ലാം തിരിച്ച് ചുളുങ്ങിയിട്ടുണ്ട്. അപ്പോൾ 10 മണിയുടെ തന്നെ അടുത്ത സെക്ഷനായിട്ട് കൊടുത്തേക്കുന്നത് ടൊറേനിയോ പ്ലാന്റ്സ് ആണ് കേട്ടോ. അതിൻ്റെ കുറച്ച് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ എല്ലാവരും നട്ടിട്ട് അധികം നാളായിട്ടില്ല എന്നാണ് പറഞ്ഞത്. കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴല്ലേ അതിൻ്റെ ഒരു തിക്നെസ് കൂടിയിട്ട് നിറയെ പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ. അടുത്ത സെക്ഷനിൽ വീണ്ടും 10 മണിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വെച്ചത് പ്ലാസ്റ്റിക് പൂ കാണുന്നത്. പ്ലാസ്റ്റിക് ഒന്നും എടുത്ത് ഒറിജിനൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. നല്ലൊരു വെറൈറ്റി കളറ്. ശരിക്കും ഒറിജിനൽ ആണോ നമ്മളിങ്ങനെ സംശയിച്ചു. നല്ല ഒറിജിനലാണ്. ഈ ഒരു കളറൊക്കെ ഉണ്ടോ? ലീഫ് ഉണ്ടോ? ലീഫ് ഭംഗിയുണ്ട്. ഇതല്ലേ ലീഫ്? ഇല്ല, ഇതാണ് ലീഫ്. ഇതാണ് ലീഫ്. ഒരു ഗോൾഡൻ ടച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഗോൾഡൻ ആൻഡ് ബ്രൗൺ ടച്ച് ഒക്കെ. അവിടുത്തെ പച്ചപ്പൊക്കെ കണ്ടിട്ടേ ഞങ്ങൾക്ക് ഒരു ഫോട്ടോ പോലും എടുക്കാണ്ട് പോകാൻ തോന്നല്ല. അതായത് വീഡിയോ എടുക്കണേക്കാട്ടി കൂടുതൽ ഞങ്ങൾക്ക് കുറെ ഫോട്ടോസ് എടുക്കാനാണ് തോന്നുന്നത്. അപ്പൊ ശരിക്കും ഇതിൽ പച്ചപ്പൊക്കെ കുറവാണ്. അപ്പൊ നല്ല പച്ചപ്പുള്ള ഫോട്ടോസ് ഒക്കെ കാണിച്ചു തരാട്ടാ. പക്ഷെ എന്നാൽ തന്നെ അതിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും ഒരു പാർക്കാണെന്ന് തന്നെ പറയുള്ളൂ. എനിക്കൊക്കെ ഇമാജിൻ ചെയ്യാനേ പറ്റില്ല ഇങ്ങനൊന്ന് കൊണ്ടെടുക്കണ കാര്യം. അതിന്റെ സമ്മതിക്കുകയും ചെയ്യണം. രണ്ടുപേർക്കും ഇഷ്ടമാണല്ലേ? അതായത് രണ്ടുപേർക്കും ഇഷ്ടമാണ്. അപ്പൊ പിന്നെ എനിക്ക് അത്ര ഇഷ്ടമായിട്ട് കാര്യമില്ല. ഇവിടെ ഇഷ്ടമുണ്ടായാലും അങ്ങനെയൊക്കെ ആകുള്ളൂ. പച്ചപ്പൊക്കെ കുറയാൻ കാരണം കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ കംപ്ലീറ്റ് വെട്ടി ശരിയാക്കിയത്. അപ്പൊ അങ്ങനെ കുറെ മാറ്റങ്ങൾ ഇവിടെ വെച്ചാൽ കട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ കുറെ മാറ്റങ്ങൾ വരുത്തിയേക്കൊണ്ടാണ് ഇതൊക്കെ അധികം ഇല്ലാത്തത്. അപ്പോ ആന്റിക്ക് വിഷമം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വരെയായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി നന്നായിട്ട് എല്ലാം ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതും ഈ പച്ചപ്പോടെ കൂടി കാണിക്കാറുള്ളതായിരുന്നു. അപ്പൊ ഞങ്ങൾക്കും അത് മിസ്സായി പോയിട്ടാ. നിങ്ങൾക്കും മിസ്സായി പോയി. എല്ലാവർക്കും മിസ്സായി പോയി. അതെ, ശരി. ആന്റി അങ്കിളും കൂടി ഇരുന്നിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത് കേട്ടോ. എന്തായാലും സമ്മതിച്ചു കൊടുക്കണം. ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചൊക്കെ ചോദിച്ചു കേട്ടോ, ഔട്ട് വെച്ച് പഠിച്ചു വെച്ചേക്കിട്ടാ. നല്ല എന്താ പറയാ, ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വന്ന് ഇരുന്നിട്ട് അത് വേറെ സ്ഥലം കാണിച്ചില്ല കേട്ടോ. ഓരോ സ്ഥലം നമുക്ക് ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അപ്പൊ അടിപൊളിയായിട്ട് എന്താ പറയാ, നമുക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഒരു സമാധാനം, സന്തോഷം. സൗണ്ടും കുറവാണ്. ഇത് ഞങ്ങൾ കുറച്ച് വിശേഷം പറയാനുണ്ട് ഇവിടെ ഇരുന്നിട്ട്. അപ്പൊ ഇത് അടുത്ത ഫീൽ ചെയ്യുന്ന സ്ഥലമാണ്. നമ്മൾ ആ പുല്ലിനൊക്കെ മാറിയിട്ട് കുറച്ചു നേരം പുല്ലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് വീഡിയോസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്ന് ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച്. ഇതൊക്കെ സത്യം പറഞ്ഞ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളൂ.
അപ്പൊ ഈ ആ ഒരു ഫീല് നമുക്ക്, അല്ലെങ്കിൽ പിന്നെ പാർക്കിൽ പോണം. ഇതൊന്നും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിക്കും. അതൊരു എന്താ പറയാ, ഒരു കട്ടൻ ചായ കൂടെ ഒന്ന് ഇങ്ങനെ എന്നിട്ട് നീ വീട്ടിലുണ്ടാക്കണ സത്യമായിട്ടും കട്ടൻ ചായ കുടിച്ച് ഇവിടെ വന്നിരുന്ന് ഈ പൂക്കളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വർത്താനം പറയുമ്പോ എങ്ങും പോകണ്ട എങ്ങും പോണ്ട. ശരിക്കും നമുക്ക് ഈ കൊറോണ സമയത്തൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയാ നമ്മുടെ ജീവിതം കൂടെ ആസ്വദിക്കാം. അതേപോലെ ഇവിടെ കുറെ അറേഞ്ച്മെന്റ്സ് സെറ്റ് ചെയ്തേക്കുന്ന മെയിൻ കാരണമുണ്ട്. നമ്മുടെ ഫ്ലവർ ഷോ ഉണ്ടല്ലോ, എനിക്ക് ഫ്ലവർ ഷോയ്ക്ക് പോയിരുന്നു അറിയില്ലേ. അപ്പൊ ഈ ഫ്ലവർ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ ഓർഡർ എന്താ പറയാ സ്റ്റെപ്പുകൾ ഉണ്ട് നോക്കണം. അവര് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, മെൻഷൻ ചെയ്യുമല്ലോ, ഇത്ര കാര്യങ്ങൾ വേണം, നമുക്ക് ഒരു പാർട്ടിസിപ്പേഷൻ ആകുമ്പോൾ ഇത്ര പോയിന്റുകൾ റെഡി ആയിരിക്കണം എന്നൊക്കെ ഉണ്ടല്ലോ. അതേപോലെയാണ് ഈ സ്റ്റാച്ചു ഒക്കെ ഉണ്ടല്ലോ. ഈ സ്റ്റാച്ചു ഒക്കെ അതിൽ തന്നെയാണ്. സ്റ്റാച്ചു തന്നെയുണ്ട്, നമ്മൾ നേരത്തെ കണ്ട പോണ്ട് തന്നെയുണ്ട്. ആ പോണ്ട് മാത്രല്ല വേറെ പോണ്ടുണ്ട്. ആ വേറെ പോണ്ടും ഉണ്ട്. ആ പിന്നെ ഈ ചെയറൊക്കെ അറേഞ്ച് ചെയ്തേക്കാണ്ട് എന്ത് രസമായിട്ടാണ്. അതെ, ഈ ചെയറൊക്കെയും അറേഞ്ച് ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട്. അതും എല്ലാരും ഓരോന്നിനും പറ്റിയ പൊസിഷനിലാണ് അവർ ചെയ്തേക്കണേ കേട്ടാ. അത് വേറൊരു കാര്യം. അപ്പൊ അല്ലേ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ ആകാശത്തിലോട്ടും കുറച്ചും കൂടി വ്യൂ ഉണ്ട്. ചെടികൾ മാത്രല്ല, ചെടികളിൽ നിന്ന് പിന്നെ നമ്മൾ നോക്കണത് ആകാശത്തിലേക്കാ. അങ്ങനെ ഒരു വ്യൂ ആണ്. അത് നമുക്ക് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ പറ്റുന്ന അറിഞ്ഞൂടാ. നല്ല റിലാക്സേഷൻ ഉണ്ട്, നല്ലൊരു അതെ, നല്ലൊരു ഫീല് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ചുറ്റും ചെടികള്, അതേപോലെ ഇങ്ങനെ ചെയർ ഇട്ടേക്കുന്നത് എന്ത് രസം, നല്ല സമാധാനം തോന്നുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ തന്നെ ഇരിക്കാൻ തോന്നുന്നു, പോകാൻ തോന്നുന്നു. ആ ഒരു ഫീലാണ്. ഇപ്പൊ ഒരു ഈവനിങ് ഒക്കെയാണ്, പക്ഷെ ഈവനിങ് ഒക്കെ ഇരിക്കാൻ പറ്റിയ ഒരു അല്ല, എല്ലാരും ഇങ്ങനെ വീട്ടിലൊക്കെ ട്രൈ ചെയ്യാം. അപ്പൊ ശരിക്കും കാണുന്നവർക്ക് അത്യാവശ്യം കൊതിയാവുണ്ടാവും ഈ സെറ്റ് കാണുമ്പോ. അപ്പൊ ശരിക്കും നേരത്തെ പറഞ്ഞതിന് രണ്ട് തിട്ടായിട്ട് നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുമ്പോൾ ഇങ്ങനെ തിട്ട പോലെയാണ്. അപ്പൊ ഇവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഇറക്കമാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആകാശമായിട്ട് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നിട്ട് ചെടികളിൽ നേരെ നോക്കുന്നുണ്ട് ആകാശത്തോട്ടാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ വേറെ ഒന്നുമില്ലാണ്ട് ബിൽഡിംഗ് ഒന്നും അല്ല നമുക്ക് കാണാം. ഓറഞ്ച് ചെറിയ ഓറഞ്ചുകളൊക്കെ പഴുത്തിപ്പുണ്ട്. നമ്മുടെ പൂന്തോട്ടത്തിനിടയ്ക്ക് കുറച്ച് ഓറഞ്ചുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടാ. ചെറിയ എനിക്ക് വേണം മറ്റേ അടിച്ചു പിടിക്കുന്ന ഓറഞ്ച്. കളറൊക്കെ ഉണ്ട് അല്ലേ? ഓ, ഇത് ഇരുട്ടായതുകൊണ്ട് അതിന്റെ ഒരു കിട്ടുന്നത്. അതേപോലെ തന്നെ പറയേണ്ട കാര്യമാണ് മുല്ലപ്പൂ ഒക്കെ അറേഞ്ച് ചെയ്തേക്കണം. മുല്ലയുടെ ഒക്കെ ഇങ്ങനെ നന്നായിട്ട് സെറ്റ് ചെയ്ത് മുകളിലോട്ടായിട്ട് ഇങ്ങനെ പടർത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ താഴോട്ടൊന്നും കൂടി നിൽക്കാണ്ട് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ശരിക്കും ഞാൻ പാർക്കിൽ അറേഞ്ച് ചെയ്ത് കണ്ടിട്ടുള്ളൂ ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ. അതേപോലെ തന്നെ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാടുണ്ട് അല്ലേ? ആ അതന്നെ, ഒരുപാട് ഗേറ്റിന് അടുത്തോട്ട് വരാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇത് ചെത്തി എനിക്കിവിടെ എത്ര കളറുണ്ട്? 1 2 3 കളർ ചെത്തികള് ഇങ്ങനെ ഇടവിട്ട് കുഞ്ഞി ടൈപ്പ് ഉണ്ട്. എല്ലാം കുഞ്ഞാണല്ലേ? അപ്പൊ എല്ലാ ചെത്തിയും കൂടെ വെട്ടിയൊക്കെ നിർത്തി പൂവുണ്ടാക്കണ നല്ല ഭംഗിയുണ്ട് കേട്ടാ. ഇതാ പൂവുണ്ടാക്കണ സെക്ഷൻ നോക്കി ഉണ്ടോ? ഇതൊക്കെ നോക്കി നല്ല രസമില്ലേ? അതേപോലെ തന്നെ അറേഞ്ച് ചെയ്തേക്കണത് അതിന് തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ കടലാസ് പൂക്കളുണ്ട്. പക്ഷെ അതൊരു പ്രശ്നം, ആകാശം ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റ് ഇത് കിട്ടുമെന്ന് അറിയാൻ പാടില്ല. ലൈറ്റും കുറവാണ്. നമുക്ക് ആകാശം അപ്പുറത്തായതുകൊണ്ട് അവിടെ നിന്ന് പോയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവിടെയൊക്കെ ഇത്തിരി കറുത്തിരിക്കും കേട്ടോ. ഇനി അവിടെ നിന്ന് എടുക്കേണ്ടി വരും അല്ലേ? കളറ് വലിയ കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ ചെടികൾ ഇങ്ങനെ വെച്ചതിന്റെ രണ്ടറ്റത്തും ഓറഞ്ച് വരും ഉണ്ട് കേട്ടാ. അത് വേറൊരു കാര്യമാണ്. ബൊഗെയിൻവില്ല ആയാലും എല്ലാം പല വെറൈറ്റി ആണ് കേട്ടാ. ഇതിപ്പോ ഡബിൾ ഷെയ്ഡ് തന്നെ ഒരു ടൈപ്പാണ്. ഡബിൾ ഷെയ്ഡ് തന്നെ ടൈപ്പ്. പിന്നെ ഇത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇതിന്ന് തന്നെയാണോ വൈറ്റ് വന്നേക്കണേ? ഇല്ലല്ലേ? ഇല്ല, ഇത് വൈറ്റ്. അതും വ്യത്യാസമുണ്ട്. കണ്ടോ, കട്ടപ്പൂവാണ്. കട്ടപ്പൂവാണ്. ഇതായാലും നല്ല കട്ടായിട്ടുള്ളതാണ്. ആ അതും അതെ കിട്ടില്ല.
അപ്പോൾ ഓരോ സെക്ഷൻ്റെയും കോർണറിലായിട്ടാണ് നമ്മുടെ സ്റ്റാച്ചു ഉള്ളത്. അപ്പോൾ ഈ 2 സ്റ്റാച്ചുവിന് ഇടയിലായിട്ട് ലോബ്സ്റ്റർ ക്ലോസ് എന്ന് പറഞ്ഞ ചെടിയാണ് തിങ്ങി ഇങ്ങനെ നിറഞ്ഞ് പൂവൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. നല്ല രസമുണ്ടായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട 2 സെക്ഷനിലും ആ ഒരു നടുക്കലത്തെ സ്പേസ് ഫ്രീ ആയിട്ട് വിട്ടിട്ട് അതിന് ചുറ്റുമാണ് ചെടികൾ വെച്ചേക്കണത്. അപ്പോൾ നമ്മൾ ഈ കണ്ട ഒരു ഭാഗത്തിൻ്റെ മുൻപുള്ളൊരു വ്യൂ ആണ് ഈ പിക്സിലേക്ക് കാണുന്നത് കേട്ടോ. ഈ വീഡിയോയുടെ പാർട്ട് 1 കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കഴിയുമ്പോൾ ഒന്ന് പോയി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് അതും എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.